നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ, പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനത്തെ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി സ്മാർട്ട് ഫോൺ അഡിക്ഷനിലേക്ക് വരാനായിട്ട് കുറച്ച് അഡിക്റ്റീവ് ആയിട്ടുള്ള ഗെയിമുകൾ നോക്കാം. ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ആർച്ചേഴ്സ് 2 എന്തൊരു ഗെയിമാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചേക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരാൾക്കും കളിക്കാൻ പറ്റും, 2 പേർക്കും കളിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കറുത്തൊരു ഫിഗർ കാണും രണ്ടറ്റത്തായിട്ട്. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫിസിക്സ് ഒക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ നല്ലതുപോലെ പഠിച്ചവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അമ്പ് ചെയ്ത് തകർത്ത് തറയിടുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി. ഇതിനകത്ത് ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എതിരാളിയായിട്ട് ബോട്ടുകളായിരിക്കും വരിക. ഇനി നിങ്ങൾ 2 പേര് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഫോണിൻ്റെ ഒരറ്റവും നിങ്ങൾക്ക് വേറൊരു അറ്റവും യൂസ് ചെയ്തുകൊണ്ട് അമ്പ് ചെയ്ത് കളിക്കാവുന്നതാണ്. വെറുതെ 2 പേരൊക്കെ വായും നോക്കി ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിച്ചാൽ അടിപൊളിയാവും. നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള സോംബി ഗെയിമുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സോംബി ഗെയിം എന്ന് പറഞ്ഞാൽ സോംബീനെ കൊല്ലുന്നത്, സോംബീനെ വെട്ടിയിടുന്നത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ളത്. എന്നാൽ ഇന്നത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോംബി സുനാമി എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് സോംബി. നമ്മൾ ജസ്റ്റ് മനുഷ്യന്മാരെ തിന്നുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു സോംബി ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ ഓടാൻ തുടങ്ങുന്ന സമയത്ത് കാറിൻ്റെ അകത്തൊക്കെ കുറേ ആളുകൾ പെട്ടിരിക്കും. അവരെയൊന്നും ആദ്യം നമുക്ക് തിന്നാൻ പറ്റില്ല. പക്ഷേ റോഡിലൊക്കെ ഹെൽപ്പ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെയും കൂടി ഒരു സോംബി ആയിട്ട് മാറ്റി നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് സോംബി ആക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു ജാഥ പോലെ പോയി ഈ കാറിൻ്റെ അകത്ത് ഇരിക്കുന്നവരെയൊക്കെ തിന്നാനായിട്ട് പറ്റും. എത്രത്തോളം സോംബികൾ നിങ്ങൾ ഉണ്ടാക്കുന്നോ അത്രത്തോളം കാറിൻ്റെ അകത്ത് ഇരിക്കുന്നവരെയൊക്കെ തിന്നാൻ പറ്റും. പൊതുവേ നമ്മൾ സോംബിനെ കൊന്നാണ് ശീലം. എന്നാൽ ഇന്ന് നമുക്ക് മനുഷ്യന്മാരെ കൊല്ലാം അല്ലെങ്കിൽ മനുഷ്യന്മാരെ തിന്നാം. ഓക്കെ, അടുത്ത ഗെയിം പറയുന്നതിന് മുന്നേ ഇന്റലിജൻസ് പ്രോ നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെക്സ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതായത് ഇത്രയും ഗെയിമുകളൊക്കെ ഞാൻ പറഞ്ഞു തരികയാണല്ലോ, നിങ്ങൾ 24 മണിക്കൂർ ഇതിനകത്ത് അഡിക്റ്റായി ഫോണിൻ്റെ കുത്തിക്കൊണ്ടായിരിക്കും. അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അന്ധനാവാതിരിക്കാനായിട്ട് ഈ കണ്ണാടി വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ UV ലൈറ്റിൽ നിന്ന് നല്ല രീതിക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ആൻറ്റി ഗ്ലെയർ ആണ്, ഗ്ലെയർ ഒന്നും വലുതായിട്ട് വരില്ല. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ചെയ്യുന്ന 100% പ്രൊട്ടക്ഷൻ തരും. ഐ സ്ട്രെയിൻ ഉണ്ടാവില്ല, അത് കണ്ണ് ഭയങ്കര വേദന, കഴപ്പ് ഇതേപോലുള്ള സാധനങ്ങളൊന്നും വരില്ല. കുറച്ചുകൂടി നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റും. അതായത് ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സൂര്യപ്രകാശമൊന്നും ഓവറായിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ അകത്തേക്ക് വരില്ല. അതുപോലെ തന്നെ തലവേദന വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നീട് നിങ്ങളുടെ സ്ലീപ്പ്, അതായത് ഉറക്കം എന്ന് പറയുന്നത് കുറച്ചുകൂടി റെഗുലേറ്റ് ആവും. അപ്പോൾ അടുത്ത ഗെയിം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? പറഞ്ഞുതരാം. റോഡിൽ ബൈക്ക് കൊണ്ട് കൊഴുപ്പ് കാണിച്ചിട്ട് മൂടും കുത്തി വീഴാൻ ഇഷ്ടമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഫേ റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ബൈക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ബൈക്കിൻ്റെ POV ആയിരിക്കും കിട്ടുക. ആ ബൈക്കിനകത്തിരുന്ന് നിങ്ങൾ ബൈക്ക് ഓടിക്കുക. ബൈക്ക് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ബൈക്കിനെ നമുക്ക് വീലി ചെയ്യാനായിട്ട് പറ്റും. വീലി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീലി ചെയ്യാൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ മൂടും കുത്തി കിടക്കുന്നതായിരിക്കും അതിനകത്തുള്ള പിന്നീടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ഫണ്ണായിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്കിൽ വീലിയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സൈഡിലുള്ള പെമ്പിളേരൊക്കെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. പ്ലീസ് നോട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെമ്പിളേർ ഇംപ്രസ്ഡ് ആവില്ല. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈക്ക് റൈഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഗെയിമായിരിക്കും. ഗൈസ്, നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ക്രോസി റോഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ടാസ്ക്. നിങ്ങളിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് വന്ന് നിൽക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികൾ നോക്കണം. എന്നിട്ട് വീണ്ടും ക്രോസ് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണേക്കാം. ഇതിലൊന്നും പെടാണ്ട് ക്രോസ് ചെയ്ത് രക്ഷപ്പെടണം. ഇതാണ് ഗെയിം. സ്ക്രാപ്പ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറിനകത്തേക്ക് എടുത്ത് ചാടുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു റോബോട്ടാണ്. ആ റോബോട്ടായ നിങ്ങൾ ഒരു കിണറിനകത്തേക്ക് എടുത്ത് ചാടുന്ന സമയത്ത് കിണറിൻ്റെ അകത്ത് തെക്ക് വിലക്കന ഓരോ കമ്പികൾ ആരോഗ്യം കൊണ്ടുവന്ന് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഈ കമ്പിയിലൊക്കെ പോയി തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പടമായി പൊടിയാവും. അങ്ങനെ ആവാണ്ട് ആ ഓട്ടയ്ക്കിടയിൽ കൂടിയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പോകണം, ഈ കമ്പിയിൽ നിന്ന് തട്ടാതെ. അതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഭയങ്കര അഡിക്റ്റീവായിട്ടുള്ള ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കളിച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കര ആവേശം കയറിയ ഒരു അഡ്രിനാലിനൊക്കെ ഇങ്ങനെ റഷ് ചെയ്ത് വരുന്ന ഒരു തരത്തിലുള്ള ഗെയിമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഇനി കുറച്ച് ആൻഡ്രോ ട്രിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പെക്സ് വാങ്ങാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു.